ഓക്കെ, അപ്പോൾ നമ്മളിന്ന് നമ്മളെ സർക്കിൾസ് എന്ന ചാപ്റ്ററിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. സർക്കിൾസിൽ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്കറിയാം അല്ലേ? റേഡിയസ്, ഡയമീറ്റർ, സർക്കംഫറൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്താണ് റേഡിയസ് എന്ന് പറഞ്ഞാൽ? എ സ്ട്രേറ്റ് ലൈൻ ഫ്രം സെൻറ്റർ ടു എനി പോയിന്റ് ഓഫ് ദ സർക്കിൾ. എ സ്ട്രേറ്റ് ലൈൻ ഫ്രം സെൻറ്റർ ടു എനി പോയിന്റ് ഓഫ് ദ സർക്കിൾ ആണ് റേഡിയസ്. റേഡിയസിനെ നമ്മൾ R എന്ന് പറയും അല്ലേ? ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ it is a straight line joining 2 points of the circle and passes through the center of the circle. ഇതാണ് സെൻറ്റർ. സെൻറ്ററിനൊരു നമ്മൾ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഓ, ആ സെൻറ്റർ കൂടി പാസ് ചെയ്തിട്ട് നമ്മളെ സർക്കിളിൻ്റെ 2 പോയിൻറ്റ്സിന് ജോയിൻ ചെയ്തിട്ടുള്ള സ്ട്രെയിറ്റ് ലൈനാണ് ഡയമീറ്റർ. അതിന് നമ്മൾ D എന്നാണ് പറയുക. അതിന് നമ്മളെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? D വെച്ചിട്ടാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? പിന്നെ എന്താണ് സർക്കംഫറൻസ്? അടുത്തതാണ് സർക്കംഫറൻസ്. എന്താണ്? നമ്മളെ സർക്കിളിൻ്റെ അറൗണ്ടുള്ള പാർട്ടിനാണ് നമ്മൾ എന്താ പറയുക? സർക്കംഫറൻസ് എന്ന് പറയാം. ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ടാണ്. ഓക്കെ, അടുത്തതിന് നമ്മൾ പറയാൻ പോകുന്നത് കോഡിനെ പറ്റിയും ആർക്കിനെ പറ്റിയാണ്. എന്താണ് കോഡ് എന്ന് പറഞ്ഞാൽ? കോഡ് എന്ന് പറഞ്ഞാലും ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ജോയിനിങ് 2 പോയിൻറ്റ്സ് ഓഫ് ദ സർക്കിൾ. എന്താണ്? നമ്മുടെ സർക്കിളിലെ 2 പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈനാണ് നമ്മൾ. സ്ട്രെയിറ്റ് ലൈൻ ആവണം കേട്ടോ. സ്ട്രെയിറ്റ് ലൈനാണ് നമ്മൾ എന്താ പറയുക? കോഡ് എന്ന് പറയുക. അത് എങ്ങനെ വരക്കാം നമുക്ക്? ഇവിടെ മിസ് ഒരു പോയിന്റ് ഇട്ടിട്ടുണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഇട്ടിട്ടുണ്ട്. ഈ 2 പോയിന്റിനെ ജോയിൻ ചെയ്ത് വരക്കാം. അല്ലെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് ഇട്ടിട്ട് ഇവിടെ ഒരു പോയിന്റ് ഇട്ടിട്ട് ഇങ്ങനെ വരക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള അത്രയും കോഡ് ഒരു സർക്കിളിൽ നമുക്ക് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇഷ്ടമുള്ള അത്രയും കോഡ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതാണ് കോഡ് എന്ന് പറഞ്ഞാൽ. ഇനി അതേപോലെ തന്നെ ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ആർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് സർക്കംഫറൻസ്. അതായത് നമ്മൾ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മിസ് പറഞ്ഞു സർക്കിളിൻ്റെ അറൗണ്ടുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സർക്കംഫറൻസ് എന്ന് പറയുക. അപ്പോൾ ആർക്ക് എന്ന് പറഞ്ഞാൽ ആ ഡിസ്റ്റൻസിലൊരു പാർട്ടാണ് ആർക്ക്. എന്തായിരിക്കും അപ്പോൾ? ഇത് ഫുള്ളാണ് നമ്മൾ പറയുന്ന സർക്കംഫറൻസ് അല്ലേ? അപ്പം എന്തായിരിക്കും ആർക്ക്? മിസ് ഇവിടെ ഒരു പോയിന്റ് ഇട്ടു. അപ്പം എന്തായി? ഇങ്ങനെ ഒരു ആർക്ക് വന്നു അല്ലേ? കണ്ടോ? ഇങ്ങനെ ഈ എ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോയിന്റും ബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോയിന്റും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിലും എന്തുണ്ട്? ഒരു സർക്കംഫറൻസിൻ്റെ ഒരു ചെറിയ പാർട്ട് ഉണ്ട്. ആ പാർട്ടിനാണ് നമ്മൾ എന്ത് പറയുക? ആർക്ക് എന്ന് പറയാം. അതാണ് ആർ. ഈ ആർക്കിൽ എന്തുണ്ട്? നമ്മളെ കോഡിന് നമുക്ക് ബിഗ് ആയിട്ടും സ്മോൾ ആയിട്ടും ഒക്കെ വരക്കാം. പക്ഷെ ആർക്കിന് നമുക്ക് എന്ത് പറയാം? ഇങ്ങനെ 2 ആർക്ക് വരുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേറൊരു ആർക്ക് വന്നല്ലോ. കണ്ടോ? വലിയൊരു ആർക്ക് വന്നിട്ടുണ്ടല്ലോ. അതിന് നമുക്ക് ഈ ആർക്കിന് നമുക്ക് എന്ത് പറയാം? ആർക്ക് എ ബി എന്ന് പറയാം അല്ലേ? പക്ഷെ ആ ഓപ്പോസിറ്റുള്ള ആർക്കിന് നമുക്ക് എ ബി എന്നല്ല പറയാം. അതിന് പകരം മിസ് ജസ്റ്റ് ഒരു സി എന്ന് പറഞ്ഞ പോയിന്റ് കൊടുത്തു. അവിടെ മിസ് ആർക്ക് എ സി ബി എഴുതി. ഇതാണ് ഓപ്പോസിറ്റ് ആർക്ക്. ഓക്കെ, അപ്പോൾ ആർക്കിൻ്റെ ചിഹ്നതാണ് കേട്ടോ. ആർക്കിൻ്റെ സിമ്പിൾ ഇതാണ്. നമ്മൾ ആംഗിളിനൊക്കെ സിമ്പിൾ കൊടുക്കുന്ന പോലെ ആർക്കിന് ഒരു സിമ്പിൾ ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ പറയും മൈനർ ആർക്ക്. ആർക്ക് എ സി ബിനെ നമ്മൾ പറയും മേജർ ആർക്ക്. അതിൻ്റെ മൈനർ ആർക്കും മേജർ ആർക്കും എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ, മൈനർ ആർക്ക് എന്ന് വെച്ചാൽ ഒരാർക്കിന് നമ്മൾ മേജർ ആർക്ക് എന്നും മറ്റേ ആർക്കിന് നമ്മൾ മൈനർ ആർക്ക് എന്നും പറയും. അതേപോലെ തന്നെ അടുത്തത് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് ആർക്കിനെയും കോഡിനെയും പോലെ സെഗ്മെൻറ്റും സെക്ടറുമാണ്. എന്താണ് സെഗ്മെൻറ്റ് സെക്ടർ നോക്കിയാലോ? സെഗ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മളിതാ മിസ് ഇവിടെ എ എന്ന് പറഞ്ഞൊരു പോയിന്റ് അടയാളപ്പെടുത്തി, ഇവിടെ ബി എന്ന് പറഞ്ഞിട്ട് ഈ 2 പോയിന്റിനെയും ജോയിൻ ചെയ്തിട്ട് മിസ് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇത് നമുക്ക് എന്ത് പറയാം? കോഡ് എന്ന് പറയാം അല്ലേ? എ ബി എന്ന് പറഞ്ഞിട്ട് കോഡ് ഉണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഇടയിൽ എന്തുണ്ട്? എ ബി എന്ന് പറഞ്ഞൊരു ആർക്കും വരുമല്ലോ, ഒരു പാർട്ട് ഓഫ് സർക്കംഫറൻസും വരുന്നുണ്ടല്ലോ എ ബി എന്ന് പറഞ്ഞിട്ട്. ഈ പാർട്ടിൻ്റെ ഇടയിലുള്ള റീജിയനാണ് സെഗ്മെൻറ്റ്. ഓക്കെ, എന്താണ്? ദ റീജിയൻ ബിറ്റ്വീൻ എ ആർക്ക് ആൻഡ് ദ കോഡ്. അതായത് കൂടെ എടുത്തടുത്തുള്ളതാവണം കേട്ടോ. അതായത് ഇവിടെ ഒരു കോഡുണ്ട്, ഇവിടെ ഒരു ആർക്കുണ്ട്. ഈ ആർക്കിനെയും കോഡിനെയും തമ്മിൽ നമുക്ക് ഒരിക്കലും ബന്ധിപ്പിക്കാൻ പറ്റില്ല. ഒരേ പോയിന്റിലുള്ള ആർക്കും കോഡുമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഇടയിൽ ഒരു റീജിയൻ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് സെഗ്മെൻറ്റ്. ഓക്കെ, ദ റീജിയൻ ബിറ്റ്വീൻ കോഡ് ആൻഡ് ആർക്ക്. അതേപോലെ തന്നെ സെക്ടർ ഉണ്ട്. സെക്ടർ എന്താണെന്നറിയോ? മിസ് ഇവിടെ ഒരു ആർക്ക് വരച്ചു, എ ബി എന്ന് പറഞ്ഞിട്ട് ഒരു ആർക്ക് മിസ് അടയാളപ്പെടുത്തി. കണ്ടോ?
AB എന്ന് പറഞ്ഞിട്ടൊരു ആർക്കുണ്ട്. ഈ ആർക്കിനെ നമുക്ക് എന്ത് ചെയ്യാം, 2 റേഡിയായി വരച്ചു കൊടുക്കാം. ഈ ആർക്കിൻ്റെ 2 പോയിന്റിൽ നിന്നും 2 റേഡിയായി മിസ് വരച്ചു. കണ്ടോ, സെൻറ്ററിലേക്ക് നമ്മൾ വരക്കുന്നതാണ് റേഡിയായി. ഇവിടെ O ഉണ്ട്. O എന്ന് പറഞ്ഞതും റേഡിയസ് ആണ്, BO എന്ന് പറഞ്ഞതും റേഡിയസ് ആണ്. ദ റീജിയൻ ബിറ്റ്വീൻ 2 റേഡിയായി ആൻഡ് എ ആർക്ക് ഈസ് കോൾഡ് സെക്ടർ. അതായത് നമ്മളെ AB എന്ന് പറഞ്ഞ ആർക്കിൻ്റെയും 2 റേഡിയൈൻ്റെയും ഇടയിലുള്ള റീജിയനാണ് നമ്മൾ എന്ത് പറയുക, സെക്ടർ എന്ന് പറയാം. ഈ 4 കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ കാര്യമായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ കുറച്ച് റൂൾസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കോഡിനെ പറ്റിയുള്ള 3 റൂൾസും ആർക്കിനെ പറ്റിയുള്ള റൂളുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി അത് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി കോഡിനെ കുറിച്ച് നമുക്ക് ഫസ്റ്റ് തിയറം പറയാം. ഫസ്റ്റ് തിയറം എന്താ പറയും, കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ സ്ട്രേറ്റ് ലൈൻ ജോയിനിങ് 2 പോയിന്റ്സ് ഓഫ് ദ സർക്കിൾ അല്ലേ. അതിൽ ഫസ്റ്റ് തിയറം എന്താണെന്ന് വെച്ചാൽ ഈക്വൽ കോഡ്സ് ഓഫ് എ സർക്കിൾ സബ്റ്റെൻഡ് ഈക്വൽ ആംഗിൾസ് അറ്റ് ദ സെൻറ്റർ. അപ്പോൾ ഒരു സർക്കിളിൽ 2 ഈക്വൽ ആംഗിൾ കോഡ്സ് ഉണ്ട് നോക്കുക. കണ്ടോ, മിസ് ഇവിടെയും ഒരു കോഡ് വരച്ചു, ഇവിടെയും ഒരു 2 എണ്ണം തന്നെ ആണെന്നില്ല കേട്ടോ, ചിലപ്പോൾ 3 എണ്ണം വരാം. മൂന്നാമത്തെ ഇവിടെ നിന്നോട്ടെ. ഓക്കെ, അപ്പോൾ ഇതിന് മിസ് എന്ത് പേര് കൊടുത്തു? AB എന്ന് പറഞ്ഞ കോഡ് ഉണ്ട്, CD എന്ന് പറഞ്ഞ കോഡ് ഉണ്ട്, PR എന്ന് പറഞ്ഞ കോഡ് ഉണ്ട്. ഈ 3 കോഡുകൾ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ കൺസിഡർ ദ ഫസ്റ്റ് കോഡ് AB. എന്ന് മിസ് എന്ത് ചെയ്തു? ഒരു സെൻറ്റർ ആംഗിൾ, നമ്മളെ സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് ഒരു ആംഗിൾ കണക്ട് ചെയ്തു, ആംഗിൾ ജോയിൻ ചെയ്തു. അതായത് AB എന്ന് പറഞ്ഞ കോഡ് സെൻറ്ററിൽ ഒരു ആംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഈ ABൻ്റെയും CDൻ്റെയും PRൻ്റെ ഒക്കെ പ്രത്യേകത എന്താണ്? AB ഈക്വൽ ടു CD ഈക്വൽ ടു PR. ബിക്കോസ് എന്താണ്, ABയും CDയും എന്താണ്, AB 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ CDയും 10 സെൻറ്റിമീറ്റർ ആയിരിക്കും, PRും 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. AB 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ CDയും 8 സെൻറ്റിമീറ്റർ ആയിരിക്കും, PRും 8 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി AB 15 സെൻറ്റിമീറ്റർ ആണെങ്കിൽ CDയും 15 സെൻറ്റിമീറ്റർ ആയിരിക്കും, PRും 15 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതാണ് ഈക്വൽ കോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ AB എന്ത് ചെയ്തിട്ടുണ്ട്? സെൻറ്ററിൽ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ CDയും എന്ത് ചെയ്തു? സെൻറ്ററിലേക്ക് ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്തു. ഈ 2 ആംഗിൾസിൻ്റെയും പ്രത്യേകത എന്തായിരിക്കും എന്നറിയോ? ഏതൊക്കെയാവും ആംഗിൾസ് വരിക? ആംഗിൾ AOB അല്ലേ, AOB, അതേപോലെ തന്നെ COD, ആംഗിൾ COD. ഈ 2 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ആംഗിൾ AOBയും ആംഗിൾ CODയും ഈക്വൽ ആയിരിക്കും. എന്തുകൊണ്ടാണ്? അതാണ് ഫസ്റ്റ് തിയറം, നമ്മളെ കോഡിലെ ഫസ്റ്റ് തിയറം അതാണ്. അതിൻ്റെ റീസൺ എന്താണ്? ABയും CDയും ഈക്വൽ കോഡ്സ് ആണ്. അതാണ് ഫസ്റ്റ് തിയറം. ഈക്വൽ കോഡ്സ് ഓഫ് എ സർക്കിൾ സബ്റ്റെൻഡ് ഈക്വൽ ആംഗിൾസ് അറ്റ് ദ സെൻറ്റർ. സെൻറ്ററിലായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ മിസ് പറഞ്ഞു PRും ഈക്വൽ കോഡാണെന്ന് പറഞ്ഞു അല്ലേ. PRും ഈക്വൽ ആയതുകൊണ്ട് ഈ PRും എന്ത് ചെയ്തു? ഈ സെൻറ്ററിൽ ഒരു ആംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതും എന്തായിരിക്കും? ആംഗിൾ PORും ഈക്വൽ ആയിരിക്കും. കണ്ടോ, അതായത് ഇവിടെ ഇപ്പോൾ ഒരു 50 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും 50 ഡിഗ്രി ആയിരിക്കും, ഇവിടെയും 50 ഡിഗ്രി ആയിരിക്കും. അതാണ് പറഞ്ഞത്. ഓക്കെ, AB സെൻറ്ററിൽ സബ്റ്റെൻഡ് ചെയ്ത ആംഗിളും CD സെൻറ്ററിൽ സബ്റ്റെൻഡ് ചെയ്ത ആംഗിളും PR സബ്റ്റെൻഡ് ചെയ്ത ആംഗിളും ഈക്വൽ ആണ്. എന്തുകൊണ്ടാണ്? ABയും CDയും PRും ഈക്വൽ കോഡ്സ് ആണ്. അതാണ് ഫസ്റ്റത്തെ റൂൾ, സിമ്പിൾ റൂളാണ്. ഇനി ഇത് തിരിച്ചും പറയാം, വൈസ് വേഴ്സ ആക്കിയിട്ട് നമുക്ക് പറയാം. എന്ത് പറയാം? സെൻറ്റർ ആംഗിൾസ് ഈക്വൽ ആയ കോഡ്സും ഈക്വൽ ആയിരിക്കും അല്ലേ. കണ്ടോ, സെൻറ്റർ ആംഗിൾസ് 50-50 വന്നാൽ അപ്പം നമുക്ക് പറയാം ABയും CDയും PRും ഈക്വൽ ആണ്. ഇതാണ് ഫസ്റ്റത്തെ റൂൾ കേട്ടോ. ഫസ്റ്റത്തെ തിയറം ഇതാണ്. ഈക്വൽ കോഡ്സ് ഓഫ് എ സർക്കിൾ സബ്റ്റെൻഡ് ഈക്വൽ ആംഗിൾ അറ്റ് ദ സെൻറ്റർ. ഇനി തിയറം 2 ആണ് കേട്ടോ. തിയറം 2 ഇതാണ്. പെർപെൻഡിക്കുലർ ഫ്രം ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ ടു എ കോഡ് ബൈസെക്ട് ദ കോഡ്. അതായത് മിസ് ഇതിലൊരു കോഡ് വരച്ചു. കണ്ടോ, മിസ് ഇതിലൊരു കോഡ് വരച്ചതാ. AB എന്ന് പറഞ്ഞിട്ട് മിസ് ഒരു കോഡ് വരച്ചിട്ടുണ്ട്. AB എന്ന് പറഞ്ഞിട്ട് മിസ് ഒരു കോഡ് വരച്ചിട്ടുണ്ട്. അതെന്ത് ചെയ്തു? മിസ് ഇതാണല്ലോ സെൻറ്റർ O ഇതാണ്. അതിൽ നിന്നും നേരെ ഒരു പെർപെൻഡിക്കുലർ മിസ് വരച്ചിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മളെ കോഡിലേക്ക്. പെർപെൻഡിക്കുലറിൻ്റെ പ്രത്യേകത എന്താണ്? 90 ഡിഗ്രി ആയിട്ടാണ് വരിക അല്ലേ.
ഈ പെർപെൻഡിക്കുലർ എന്ത് ചെയ്യും, നമ്മളെ കോഡ് എ ബിനെ ബൈസെക്റ്റ് ചെയ്യും. അതായത് മിസ് ഇവിടെ ബൈസെക്റ്റ് ചെയ്ത പോയിന്റിന് സീന്ന് പേര് കൊടുത്തേ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എ സിയും ബി സിയും ഈക്വൽ ആയിരിക്കും. എന്തുകൊണ്ടാണ്? നമ്മളെ ഒ സി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ടാണ് കേട്ടോ. സെന്ററിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ആയതുകൊണ്ടാണ് എ ബി എന്ന് പറഞ്ഞ കോഡിനെ ബൈസെക്റ്റ് ചെയ്യുന്നത്. അതായത് എ ബി ഇപ്പോൾ ഒരു 10 സെന്റിമീറ്റർ ആണെങ്കിൽ അതിനെ 5 സെന്റിമീറ്റർ ആയിട്ട് കട്ട് ചെയ്യും. ഇനി അതല്ല, എ ബി ഒരു 8 സെന്റിമീറ്റർ ആക്കാം. അപ്പോൾ എ സി 4 സെന്റിമീറ്റർ വരും, ബി സി 4 സെന്റിമീറ്റർ വരും. എന്തുകൊണ്ടാണ്? നമ്മളെ ഒ സി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണ്. ഇനി നേരെ തിരിച്ചു നമുക്ക് പറയാം. അതായത് സെൻട്രലിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ കോഡിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പെർപെൻഡിക്കുലർ ആ കോഡിനെ ബൈസെക്റ്റ് ചെയ്യും. ഓക്കെ, ഇനി നമ്മളോട് ഇങ്ങനെ ചോദിക്കുകയാണ്, ഒരു സെൻറ്ററിൽ നിന്നും ഒരു സ്ട്രേറ്റ് ലൈൻ വന്നിട്ട് നമ്മളെ കോഡിനെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കോഡ് ബൈസെക്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും ചോദിക്കും. അപ്പോൾ നമ്മൾ പറയാം പെർപെൻഡിക്കുലർ. നേരെ തിരിച്ചും പറയാം നമുക്ക്. ഓക്കെ, എന്താണ്? നമ്മളെ സെൻറ്ററിൽ നിന്നും വരുന്ന പെർപെൻഡിക്കുലർ നമ്മളെ കോഡിനെ ബൈസെക്റ്റ് ചെയ്യും, ഈക്വലി കട്ട് ചെയ്യും. ഓക്കെ, അതാണ് സെക്കൻഡ് തിയറം. ഇനി തേർഡ് തിയറം എന്താണെന്നറിയോ? തേർഡ് തിയറം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കോഡ്സ് ഉണ്ടല്ലോ, നമ്മൾ ഒരു 2-3 കോഡ്സ് ഉണ്ട്. അതെന്താണ്? ഈക്വൽ കോഡ്സ് ആണ്. ഒരു സർക്കിളിൽ ഈക്വൽ കോഡ്സ് ഓഫ് എ സർക്കിൾ ആർ ഇക്വിഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ. ഇക്വിഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ അതായത് എന്താണ്? ഇപ്പോൾ നമ്മളെ സർക്കിളിൽ എ ബി എന്ന് പറഞ്ഞിട്ടൊരു കോഡ് മിസ് വരച്ചു. ഇവിടെയും ഒരു കോഡ് ഉണ്ട് ബി സി എന്ന് പറഞ്ഞിട്ട്. അല്ല, ബി സി ആവില്ല കേട്ടോ, സി ഡി എന്ന് പറഞ്ഞിട്ട്. ഇവിടെയും മിസ് ഒരു കോഡ് വരച്ചിട്ടുണ്ട് XY എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഈ കോഡൊക്കെ എന്തായിരിക്കും? നമ്മളെ സെൻറ്ററിൽ നിന്നും ഇക്വിഡിസ്റ്റൻ്റ് ആയിരിക്കും. നമ്മളെ സെൻറ്ററിൽ നിന്ന് എ ബിയിലേക്ക് ഒരു ഡിസ്റ്റൻസ് എടുത്താൽ അതും, ഡി സിയിലേക്ക് ഒരു ഡിസ്റ്റൻസ് എടുത്താൽ അതും, XYയിലേക്ക് ഒരു ഡിസ്റ്റൻസ് എടുത്താൽ അതൊക്കെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് ഇത് അതെന്തായിരിക്കണം? എ ബി ഈക്വൽ ടു ഡി സി ഈക്വൽ ടു XY വരണം. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? ഇവിടെ എം എൻ പി എന്ന് പേര് കൊടുത്തിട്ടുണ്ട് മിസ്. പി എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് പറയാം? ഒ എമ്മും അല്ലേ, ഒ എം ഒ എൻ ഈക്വൽ ടു ഒ എൻ ഈക്വൽ ടു ഒ പി അല്ലേ? എന്തുകൊണ്ടാണ്? ഈ എ ബി എന്ന് പറഞ്ഞ കോഡും സി ഡി എന്ന് പറഞ്ഞ കോഡും XY എന്ന് പറഞ്ഞ കോഡും ഈക്വൽ കോഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ അവർ സെൻറ്ററിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും. അതായത് ഇത് 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും 4 സെൻറ്റിമീറ്റർ ആവും വരിക, ഇതും 4 സെൻറ്റിമീറ്റർ ആവും. ഈ ഡിസ്റ്റൻസ് ആട്ടോ, സെൻറ്ററിൽ നിന്ന് കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കേട്ടോ വരിക. അതെന്താണ്? ഈക്വൽ ആയിരിക്കും. ഇനി എത്ര കോഡ് എടുത്താലും അതേ ഒരു കോഡ് ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്? അതും ഈക്വൽ കോഡായിരിക്കണം കേട്ടോ. ഇത് ഒക്കെ ഒന്നുകിൽ ഈ കോഡൊക്കെ ഒരേ 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഒക്കെ 10 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഒക്കെ 8 സെൻറ്റിമീറ്റർ, 20 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഒക്കെ 20 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ എല്ലാവരും സെൻറ്ററിൽ നിന്ന് ഇക്വി ഡിസ്റ്റൻസ് ആയിരിക്കും. ഇതാണ് നമ്മളെ തേർഡ് തിയറം. ഓക്കെ, ഇനി ആർക്കിലൊരു തിയറം കൂടെ ഉണ്ട്. ആർക്കിൽ ഫസ്റ്റ് റൂൾ എന്താണ്? ആർക്കത്തെ ഫസ്റ്റ് തിയർ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണെന്നറിയോ? ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ആൻ ആർക്ക്. അതായത് മിസ് ഇവിടെ ഒരു ആർക്ക് വരച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ആർക്ക് മിസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, എ ബി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഈ ആർക്ക് സബ്റ്റൻഡഡ് ബൈ ആൻ ആർക്ക് ഒരു ആംഗിള് സബ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് സെൻറ്റർ ഓഫ് ദ സർക്കിൾ. നമ്മളെ ആർക്ക് എന്ത് ചെയ്തു? സർക്കിളിൻ്റെ സെൻറ്ററിലൊരു ആംഗിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ആംഗിൾ എന്താണ്? ഡബിൾ ഓഫ് ദ ആംഗിൾ. അതായത് ഈ ആംഗിൾ ഡബിൾ ആണ് എന്തിൻ്റെ? ആംഗിൾ സബ്റ്റൻഡഡ് ബൈ എനി പോയിന്റ്സ് ഓഫ് ദ റിമൈനിങ് പാർട്സ് ഓഫ് ദ സർക്കിൾ. അതായത് ഈ ആർക്കിൽ നിന്ന് സെൻറ്ററിലേക്ക് ഒരു ആംഗിൾ വരച്ചു. ഇനി ബാക്കി നമ്മളെ മേജർ ആർക്ക് ഇവിടെ എടുക്കുകയാണല്ലോ. ഓക്കെ, എന്താണ് മിസ് പറഞ്ഞത്? എന്താണ്? നമ്മളെ ഈ റിമൈനിങ് പാർട്സിൽ ഈ ആംഗിൾ, ഈ ആർക്ക് അതേപോലെ വേറൊരു ആംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സെൻറ്ററിൽ ഉണ്ടാക്കിയ പോലെ തന്നെ ബാക്കി റിമൈനിങ് ആർക്ക് ഉണ്ടല്ലോ, മേജർ ആർക്ക്, അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ആംഗിൾ മേക്ക് ചെയ്തിട്ടുണ്ട്. അതെന്തായിരിക്കും?
അതിൻ്റെ ഡബിൾ ആയിരിക്കും നമ്മൾ സെൻറ്ററിൽ ഉണ്ടാക്കിയ ആംഗിൾ. അതായത് ഇതൊരു 50 ഡിഗ്രി ആണെങ്കിൽ ഇത് 100 ഡിഗ്രി ആണ് വരിക. സെൻറ്ററിലുള്ള കേട്ടോ വലിയ ആംഗിൾ ആയിട്ട് വരിക, ഡബിൾ ആയിട്ട് വരിക. ഇനി ഇഷ്ടംപോലെ ആംഗിൾ നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം അല്ലേ, ഇങ്ങോട്ട് കൊടുക്കാം അല്ലേ, ഇഷ്ടംപോലെ ആംഗിൾസ് നമുക്ക് ഉണ്ടാക്കാം. അതൊക്കെ എന്തായിരിക്കും 50 ഡിഗ്രി ആയിരിക്കും. എന്തുകൊണ്ടാണ്? സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും റിമൈനിങ് പാർട്സിൽ ഉണ്ടാക്കിയത്. റിമൈനിങ് പാർട്സിൽ ഉണ്ടാക്കിയ ആ ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും സെൻറ്ററിൽ. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ, മിസ് ഓപ്പോസിറ്റ് പറഞ്ഞതാണ്. ഓക്കെ, ഇതാണ് നമ്മളെ ആർക്കിലുള്ള തിയറം. സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് മേജർ സെഗ്മെൻറ്റും മൈനർ സെഗ്മെൻറ്റും. സെഗ്മെൻറ്റ് എന്താണെന്ന് നമുക്കറിയില്ലേ, അത് റീജിയൻ ബിറ്റ്വീൻ എ കോഡ് ആൻഡ് എ ആർക്ക്. മിസ് എ ബി എന്ന് പറഞ്ഞ പോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ എ ബി എന്ന് പറഞ്ഞ കോഡും ഉണ്ട്, എ ബി എന്ന് പറഞ്ഞ ആർക്കും ഉണ്ട്. ഇതിൻ്റെ ഇടയിലുള്ള റീജിയനാണ് സെഗ്മെൻറ്റ് അല്ലേ. ഒരു ആർക്കിൻ്റെയും കോഡിൻ്റെയും ഇടയിലുള്ള റീജിയനാണ് നമ്മൾ എന്ത് പറയുക, സെഗ്മെൻറ്റ് എന്ന് പറയാം. ഓക്കെ, ഇതിൽ എന്തുണ്ട്? മേജർ സെഗ്മെൻറ്റും മൈനർ സെഗ്മെൻറ്റും ഉണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ആർക്ക് ഉണ്ടല്ലോ, നമ്മൾ ആർക്ക് സർക്കംഫറൻസിൻ്റെ ഹാഫിനേക്കാളും ലെസ് ദാൻ ആണെങ്കിൽ നമ്മൾ അതിനെ മൈനർ സെഗ്മെൻറ്റ് എന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ ആർക്ക് ഉണ്ടല്ലോ, എ ബി എന്ന് പറഞ്ഞ ആർക്ക്, നമ്മൾ സർക്കംഫറൻസിൻ്റെ ഒരു പാർട്ടാണല്ലോ ആർക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സർക്കംഫറൻസിൻ്റെ ഹാഫിനേക്കാളും ലെസ് ദാൻ ആണ് ആർക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ മൈനർ സെഗ്മെന്റ് എന്ന് പറയും. അതായത് നമ്മുടെ സെഗ്മെന്റ് വന്ന ആർക്കിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അല്ലാത്തതിനെ നമ്മൾ ആർക്ക് ഈ എ ബി എന്ന് പറഞ്ഞ ആർക്ക് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അല്ലെ, സർക്കംഫറൻസിന്റെ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ഉണ്ടാവും അല്ലെ, 3/4 പാർട്ട് ഉണ്ടാവും. അപ്പൊ എന്താണ്, നമ്മൾ സർക്കംഫറൻസിന്റെ ഹാഫിനേക്കാളും ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ നമ്മൾ അതിനെ മേജർ സെഗ്മെന്റ് എന്ന് പറയും. കണ്ടാ, ഇതാണ് മൈനർ സെഗ്മെന്റ്, ഇതാണ് മേജർ സെഗ്മെന്റ്. ഓക്കെ, ഇനി അടുത്തത് സെക്ടർ ആണ്. സെക്ടറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഇതാണല്ലോ സെക്ടർ. എ ബി എന്ന് പറഞ്ഞ ഒരു ആർക്ക് ഉണ്ട്, അതിൻ്റെ ഇടയിൽ 2 റേഡിയസ് ഉണ്ട് അല്ല, 2 റേഡിയസിന്റെ ഇടയിലുള്ള റീജിയനാണ് നമ്മൾ സെക്ടർ എന്ന് പറയാം. ഇതിന്റെ മൈനർ സെഗ്മെന്റും മേജർ സെഗ്മെന്റും എങ്ങനെയാ വരാറോ, ഈ സെന്റർ ആംഗിൾ 180 ഡിഗ്രിനേക്കാളും ലെസ് ദാൻ ആണെങ്കിൽ നമ്മൾ അതിനെ മൈനർ സെക്ടർ എന്ന് പറയും. അതേപോലെ ഈ സെൻറ്റർ ആംഗിൾ ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി ആണെങ്കിൽ അപ്പോൾ നമ്മൾ അതിനെ മേജർ സെക്ടർ എന്ന് പറയും. ഇതാണ് നമ്മൾ മൈനർ സെക്ടറും മേജർ സെക്ടറും. അതേപോലെ തന്നെ മൈനർ ആർക്കും മേജർ ആർക്കും നമുക്കറിയാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞത് കേട്ടോ.